കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജോലി മതിയാക്കി വീട്ടിലേക്കുള്ള യാത്രയിൽ വിവാഹവേഷത്തിൽ സുനന്ദയെ കാണുന്ന സുഭാഷ് സങ്കടം സഹിക്കാനാവാതെ വീട്ടിലെത്തി നിധിയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ സങ്കടങ്ങളെല്ലാം തുറന്നു പറയുകയാ. ഒരിക്കലേ ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ട്. കൊല്ലാൻ വരുന്ന ആളിന്റെ മുന്നിൽ തൊഴുകൈയുമായി നിൽക്കുന്ന ഒരു പടം. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൾക്ക് കുഴപ്പമൊന്നും വരില്ലല്ലേ നിധി എന്ന് കരച്ചിലോടെ അവൻ ചോദിക്കേ, ഇല്ലെന്ന് നിധിയും കരച്ചിലോടെ തലയാട്ടുക. നല്ലതേ വരൂ, എവിടെയായിരുന്നാലും നന്നായിരിക്കണം, അത് മതി. അല്ലെങ്കിലും അവൾക്ക് എന്ത് കുഴപ്പം വരാൻ? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പൊട്ടി പെണ്ണ്. നല്ലതേ വരൂ, ആ പയ്യൻ അവളെ പൊന്നു പോലെ നോക്കട്ടെ. സ്നേഹം എന്താണെന്ന് അവനിൽ നിന്ന് അവൾ മനസ്സിലാക്കട്ടെ. എന്നിട്ട് കുറെ കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് എന്നെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം പോട്ടെ. പകരം അവൻ അവളുടെ മനസ്സിൽ നിറയട്ടെ. അഭിമാനത്തോടു കൂടി അവൾ ആളുകളോട് പറയട്ടെ, എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ എല്ലാം എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരയുക സുഭാഷ്. അത് കേൾക്കെ നിധിയും തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് സുഭാഷ് ഏട്ടാ ദാ കുടിക്കെന്ന് പറഞ്ഞ് അവന് കൊടുക്കുകയാ. അവനത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തുകൊണ്ട് എന്നാലും ഇനി അവളുടെ നിഴല് ഈ വീട്ടിൽ കാണില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, സുഭാഷ് ഏട്ടാ എന്നുള്ള വിളി കേൾക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, വൈകിട്ട് ഇരുട്ടു കനക്കുമ്പോൾ അവളുടെ അമ്മയുടെ കണ്ണു വെട്ടിച്ചു പോകുന്ന കുസൃതി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, അടക്കം ശ്രമിച്ചിട്ടും പറ്റാണ്ടാവുക എന്ന് പറഞ്ഞവൻ സങ്കടത്തോടെ കരയുകയാ. പക്ഷേ ആണുങ്ങളെ കരയാൻ പാടില്ലല്ലോ, അടക്കി പിടിക്കണം. ഒപ്പം സുധീഷും ഹരീഷും ഒക്കെ കളിയാക്കും. ഏട്ടനൊരു ഞങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ സുനന്ദ ഒരു പക്ഷേ ഈ വീട്ടിൽ തന്നെ വന്നു കയറുമായിരുന്നു. വൈകിയാണെങ്കിലും വന്നു കയറിയ നീ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു എന്ന് പറയുമ്പോഴേക്കും കരച്ചിലോടെ നിൽക്കുന്ന നിധിയുടെ കൈപിടിച്ച് സാരമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് സുഭാഷ്. ഒരു കാര്യമുണ്ട് നിധി, സ്വന്തമായി കുടുംബമില്ലാത്ത ആണുങ്ങൾക്ക് ഒന്ന് പൊട്ടിക്കരയണമെങ്കിൽ ഒന്നുകിൽ അമ്മ വേണം, അല്ലെങ്കിൽ പെങ്ങൾ വേണം. രണ്ടുമില്ലാത്തവനായി പോയി ഞാൻ എന്ന് പറഞ്ഞവൻ സങ്കടത്തോടെ വീണ്ടും കരയുകയാണ്. നിധിയും കരച്ചിലോടെ അങ്ങനെയൊന്നും പറയില്ല സുഭാഷ് ഏട്ടാ എന്ന് പറ. സുഭാഷും കരച്ചിലോടെ, മോളെ നീയൊരു അനിയതിയായി കയറി വന്നോണ്ടാ മോളെ ഞാൻ ഇത്രയെങ്കിലും പൊട്ടിപ്പോയത്, സത്യം. അല്ലെങ്കിൽ എല്ലാം കൂടി എന്റെ ഉള്ളിൽ കിടന്ന് തിങ്ങി ഞെരുങ്ങി എന്ന് പറഞ്ഞവൻ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. പിന്നീട് അവൻ കരച്ചിലടക്കി അവിടുന്ന് എഴുന്നേറ്റ് കൊണ്ട്, മതി മോളെ മതി, ഞാനും നിന്നെ കുറെ വിഷമിപ്പിച്ചു, ഇനി വിട്ടേക്ക്. ഏട്ടനെ ഫുഡ് ഉണ്ടാക്കാം. വൈകിട്ടത്തേക്ക് മോൾക്ക് ചപ്പാത്തി മതിയോ അതോ പൂരി വേണോന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ, ഏട്ടൻ കുറച്ചുനേരം പോയെന്ന് കിടക്ക്, ഇവിടുത്തെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം, എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ, അതുകൊണ്ടാണെന്ന് നിധിയും കണ്ണീരോടെ പറയുകയാണ്. അത് കേൾക്കെ സുഭാഷും, മോളെ ഈ ഏട്ടൻ നിന്നെ വിഷമിപ്പിച്ചു എന്ന് പറയും. സുഭാഷ് ഏട്ടന് വിശ്രമം വേണം, ഈ മനസ്സൊന്ന് ആറുന്നത് വരെ ഒന്ന് ചെന്ന് കിടന്നുറങ്ങും പ്ലീസ് എന്നവൾ പറയുമ്പോഴേക്കും പോവാൻ തുടങ്ങിയ സുഭാഷ് അവിടെയുള്ള കസേര തട്ടി വീഴാൻ പോവുകയാണ്. നിധി അവനെ വീഴാതെ പിടിച്ചു നിർത്തുമ്പോഴേക്കും, എനിക്കൊന്നുമില്ല, ഞാൻ വീണുപോയ എന്റെ പിള്ളേർക്കാരാ ഉള്ളത്, വീഴില്ല, അങ്ങനെയൊന്നും വീഴില്ലെന്ന് പറഞ്ഞ് സുഭാഷ് തന്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ കട്ടിലിൽ ചെന്നിരിക്കുന്ന സുഭാഷ് തലേ ദിവസം രാത്രിയിലെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. മനസ്സിൽ സുഭാഷ് ഏട്ടനെ പേറി വേറൊരാൾക്കൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല, എന്റെ ഇഷ്ടം ആരും നോക്കിയില്ല, ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി എന്ന് സുനന്ദ തീർത്തു പറയുന്നതും താൻ താലി കെട്ടാനൊരുങ്ങിയ സമയത്തെ സുനന്ദയുടെ കണ്ണുകളിലെ തിളക്കവും തിരിച്ചു പോകാനായി സുനന്ദയോട് ആവശ്യപ്പെടുമ്പോൾ അമ്മ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിനിടയ്ക്ക് വേദനയോടെ അവൾ തന്നെ നോക്കുന്നതും ഓർക്കെ സുഭാഷ് സങ്കടത്തോടെ അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാ. ടെൻഷനോടെ അടുക്കളയിലേക്ക് എത്തുന്ന നിധിയും അവിടെ നിന്ന് ഒരു പാത്രം എടുക്കുമ്പോഴേക്കും വേറൊരു പാത്രം കൈ തട്ടി നിലത്തേക്ക് വീഴുകയാ. ആ ശബ്ദം കേട്ട് സുഭാഷ് അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന്, എന്തു പറ്റിയെന്ന് ചോദിക്കുക. ഇല്ലേട്ടാ, ഒന്ന് പാത്രം കൈ തട്ടി വീണതാണെന്ന് നിധിയും. അല്ല, അതിന് മോളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്ന് സുഭാഷ് ചോദിക്കേ. അല്ല, അത് ഞാൻ ഏട്ടനൊരു ചായ ഇടാനായിട്ട് എന്നവൾ പറയേ. മോള് മാറിയേ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ താഴെ വീണ് കിടക്കുന്ന പാത്രം എടുക്കുകയാ. നിധി അവനെ തടഞ്ഞ്, അല്ല ഏട്ടൻ പോയിരിക്കെ, ചായ ഞാൻ ഇപ്പോ കൊണ്ടുവരാം. സുഭാഷ് ടെൻഷനോടെ അവളെ നോക്കി നിൽക്കെ. പറഞ്ഞില്ലേട്ടാ, ഞാൻ കൊണ്ടുവരാമെന്ന് നിധിയും. അവൻ താഴേക്ക് നോക്കിക്കൊണ്ട്, താഴെ വെള്ളം കിടക്കുന്നല്ലോ, ഞാനത് തുടയ്ക്കാമെന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും, വേണ്ട ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് നിധി അവിടുന്ന് ഒരു തുണിയെടുത്ത് വെള്ളം തുടയ്ക്കാനായി തുടങ്ങുകയാ. അപ്പോഴേക്കും സുഭാഷും അടുക്കളപ്പുറത്തേക്ക് പോയി അവിടുന്ന് ഒരു ബക്കറ്റും മോപ്പുമായി വന്ന്, മോള് മാറിക്കേ, ഏട്ടൻ തുടച്ചോളാം. മോളെ എന്ന് പറഞ്ഞ് അവിടെ തുടയ്ക്കാനായി തുടങ്ങുകയാണ്. അവൻ അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കി ചായ റെഡിയാക്കാൻ തുടങ്ങുമ്പോഴേക്കും, ഏട്ടൻ പോയിക്കോ, ഞാൻ ചായ റെഡിയാക്കാമെന്ന് നിധി. ഒരു ചായ അല്ലേ നിധി എന്ന് പറഞ്ഞ് അവൻ സ്റ്റൗ ഓൺ ചെയ്ത് കാലിയായ ഒരു പാത്രം വെക്കുമ്പോഴേക്കും, ഏട്ടാ പാല് എന്ന് നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അവനും പാലെടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴേക്കും, ഏട്ടനിപ്പോ ഓക്കെ അല്ലേ എന്ന നിധിയുടെ ടെൻഷനോടുള്ള ചോദ്യം കേൾക്കെ. സോറി മോളെ, ഞാൻ നിന്നെ കൂടി സങ്കടപ്പെടുത്തിയല്ലേ, വെറുതെ എന്തൊക്കെയോ പറഞ്ഞു, ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ എന്ന് സുഭാഷ്. ഒന്നും സാരമില്ല ഏട്ടാന്ന് നിധി പറയേ. മോളെ നീ ഒരു ചെറിയ കുട്ടിയല്ലേ, നിന്റെ മുന്നിൽ ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു, ഒരു സ്കൂൾ കുട്ടിയെ പോലെ ഛേ എന്ന് പറഞ്ഞ സുഭാഷ് ടെൻഷനോടെ നിൽക്കെ. ഒരാൾക്ക് എല്ലായ്പ്പോഴും സന്തോഷത്തോടെ തന്നെ ഇരിക്കാൻ പറ്റണമെന്നില്ലല്ലോ, ഉള്ളിൽ ഇത്രയും സങ്കടം കൊണ്ട് എത്ര നാള് നടക്കും. വീട്ടിലെ മൂത്ത ആളായതുകൊണ്ട് കരയാൻ പാടില്ലെന്നുണ്ടോ? സുഭാഷ് ഏട്ടന് സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ടാവും, അത് പ്രകടിപ്പിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അനിയന്മാരോട് പറയാൻ ഏട്ടന് വിഷമം ഉണ്ടാവും, പക്ഷേ എന്നോട് പറയാലോ, ഞാനില്ലേ
ഇങ്ങനെ മനസ്സിൽ മൂടി വെച്ചിരുന്ന അത് വലിയ ഭാരമാവും. ഏട്ടൻ ചെല്ല്, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരില്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാ നിധി. പിന്നീട് അവൾ 2 ചായയുമായി സുഭാഷിന്റെ റൂമിലേക്ക് എത്തി. കട്ടിലിരിക്കായിരുന്ന സുഭാഷിനെ വിളിച്ച്, ഏട്ടാ ദാ ഈ ചായ കുടിക്കുക, ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ എന്ന് പറയേ സുഭാഷ് ചിരിയോടെ അത് വാങ്ങി കുടിച്ച് നന്നായിട്ടുണ്ട് എന്ന് പറയേ നിധിയും ഒരു ചിരിയോടെ മറ്റേ ചായ ഗ്ലാസും കയ്യിൽ പിടിച്ച് നിൽപ്പാ. അപ്പോഴാണ് ഏട്ടത്തി എന്നുള്ള നികേഷിന്റെ വിളി കേൾക്കുന്നത്. നികേഷേ ഇവിടെ ഉണ്ടെന്ന് നിധി വിളിച്ചു പറയുമ്പോഴേക്കും നികേഷും അങ്ങോട്ടെത്തി. അല്ല, സുഭാഷ് ഏട്ടൻ ഇന്ന് നേരത്തെ വന്നു എന്ന് ചോദിക്കെ സുഭാഷ് ടെൻഷനോടെ ഇരിക്കണ കണ്ട് എന്തു പറ്റി സുഭാഷ് ഏട്ടാ എന്ന് അവൻ ചോദിക്കും. സുഭാഷ് ഏട്ടനൊരു തലവേദന, അതാ നേരത്തെ വന്നേന്ന് നിധി. തലവേദനയോ? എന്താ സുഭാഷ് ഏട്ടാ പ്രശ്നം എന്നവൻ വീണ്ടും ചോദിക്കേ. തലവേദന എന്ന് പറഞ്ഞില്ല നികേഷ്, തൽക്കാലം ഒന്നും ചോദിക്കണ്ട കേട്ടല്ലോ. നിനക്ക് ചായ വേണമെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും സുഭാഷ് തന്റെ ചായ ഗ്ലാസ് എടുത്ത് ദാ ഇതവന് കൊടുത്തോ എന്ന് പറയേ. ചായ വേറെയുണ്ട്, ഇവാ നമുക്ക് ചായ കുടിക്കാമെന്ന് നികേഷിനോടായി പറഞ്ഞ് സുഭാഷ് ഏട്ടൻ റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞവൾ നികേഷിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാ. പിന്നീട് ഒരു കസ്റ്റമറെയും കൊണ്ട് ടാക്സിയിൽ പോകുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. എന്തൊരു ട്രാഫിക് ആയിരുന്നല്ലേ എന്നാ മാഡം ചോദിക്കേ. അതെ, നമ്മൾ ഈ മെയിൻ റോഡിലേക്ക് കടന്നത് അതുകൊണ്ടാ മാഡം. ഇതാവുമ്പോ വലിയ ശല്യമില്ലാതെ നമുക്കങ്ങ് പോവാലോ. പക്ഷേ ചില ആളുകളെ മെയിൻ റോഡ് വഴി തന്നെ പോകണമെന്ന് അങ്ങ് വാശി പിടിക്കും. അപ്പോഴാണ് കഷ്ടമെന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷ് പരിചയമുള്ള ആളായതുകൊണ്ടാ, അല്ലെങ്കിൽ ഇട റോഡ് വഴി പോവാൻ ഞാനും സമ്മതിക്കില്ല. ആരും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണെന്ന് ആ മാഡം പറയേ. ശരിയാണ് മാഡം, ഏതു മേഖലയിലും എന്ന പോലെ ഞങ്ങൾക്കിടയിലും 1% കുഴപ്പക്കാരുണ്ടെന്നേ. അവര് കാരണം ബാക്കിയുള്ള 99% പേരുടെയും പേര് നാശമാവുമെന്ന് മാത്രമല്ല, അതുകൊണ്ടെന്താ എന്നെ പോലെയുള്ളവര് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പെരുമാറി അവരുടെ ഡീസൻസി വീണ്ടെടുക്കുന്നു. അത്രയുള്ളൂ അല്ലേ മാഡം എന്ന് സുധീഷ് ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് അവരും സമ്മതിക്കുകയാ. അപ്പോഴേക്കും സുധീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുക. നിധിയാണെന്ന് കണ്ട് മാഡം വൈഫ് വിളിക്കുന്നുണ്ടേ എന്ന് പറഞ്ഞവൻ എന്റെ കാർ ഒതുക്കി നിർത്തി ആ കോൾ അറ്റൻഡ് ചെയ്ത് നിധി പറ എന്ന് പറയുമ്പോഴേക്കും എവിടെയാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഓട്ടത്തിലാ എന്നവൻ പറയേ. സംസാരിക്കാമോ എന്ന് നിധിയും ചോദിക്കുക. ഓക്കെ എന്ന് മാഡം പറയുമ്പോഴേക്കും പിന്നെന്താ സംസാരിക്കാലോ. ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് നിധി പറയേ. അല്ല, നിധിയുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ, എന്തു പറ്റിയെന്ന് സുധീഷും. ഒന്നുമില്ലെന്ന് നിധി ടെൻഷനോടെ പറയേ. കാര്യം പറയടോ, എന്തേലും പ്രശ്നമുണ്ടോ അവിടെ? ഞാൻ ഈ ഓട്ടം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാം എന്ന് സുധീഷ് പറയേ. ഏയ് വേണ്ട വേണ്ട, ഞാൻ എന്റെ കാര്യം പറയാനല്ല വിളിച്ചേ, സുഭാഷേട്ടന്റെ കാര്യമെന്ന് നിധി പറയുന്നത് കേൾക്കെ. സുഭാഷേട്ടന്റെ കാര്യോ? ഒരു മിനിറ്റ് എന്ന് മാഡത്തോട് പറഞ്ഞ് സുധീഷ് കാറിൽ നിന്ന് ഇറങ്ങുകയാ. പുറത്തിറങ്ങിയ അവൻ ഹലോ ചേട്ടൻ എന്ത് പറ്റി, രാവിലെ ജോലിക്കൊന്നും പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ എന്ന് ചോദിക്കേ. കുറച്ചു കഴിഞ്ഞപ്പോ വയ്യാന്ന് പറഞ്ഞ് തിരിച്ചു വന്നു എന്നവൾ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ. വയ്യേ എന്ത് പറ്റിയെന്ന് സുധീഷ് ചോദിക്കേ. വയ്യായിക ശരീരത്തിനല്ല മനസ്സിനാ. സുനന്ദയെ കുറിച്ച് ഓർത്തിട്ടാ പാവം എന്ന് നിധി. നല്ലൊരവസരം മുന്നിൽ വന്ന് കിട്ടിയതല്ലേ, അത് മിസ്സാക്കിയതും സുഭാഷേട്ടൻ തന്നെയല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സുധീഷ്. സുഭാഷേട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല. സുനന്ദയുടെ അച്ഛനും അമ്മയും അകത്ത് വെച്ച് സുഭാഷേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോ സുഭാഷേട്ടൻ എന്തോ തെറ്റു ചെയ്യുന്ന പോലെ തോന്നി. അതാ ഇന്നലെ അങ്ങനെ പെരുമാറിയതെന്ന് നിധി പറയുന്നുണ്ട്. എടോ, അവരെ പറ്റി ഇയാൾക്ക് അറിയാത്തോണ്ട് കഴിച്ച ഫ്രോഡുകളാ 2 എണ്ണവും. നാട്ടുകാരെ മുഴുവൻ കല്യാണത്തിന് ക്ഷണിച്ചു. അവരുടെ മുന്നിൽ നാണം കെടുത്തരുതെന്ന് കാല് പിടിച്ച് പറഞ്ഞു കാണും. ത്യാഗിയായി സുഭാഷേട്ടൻ അതിന് സമ്മതിച്ചും കാണും. അതായിരിക്കും സംഭവിക്കുക. എന്തായാലും സുഭാഷേട്ടൻ മാറിക്കൊടുത്ത് കല്യാണവും കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളെന്ന് സുധീഷ് ചോദിക്കെ. സുഭാഷേട്ടനും കുറെ കരഞ്ഞു എന്ന് നിധിയും. അത് കേൾക്കെ സുഭാഷേട്ടൻ കരയേ എന്ന് സുധീഷ് ചോദിക്കെ. പണിസ്ഥലത്തുനിന്ന് വന്നപ്പോ നല്ലോണം അസ്വസ്ഥനായി. റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കണ്ടു. കുറച്ചു കഴിഞ്ഞ് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോ ആള് കരഞ്ഞുപോയി. എനിക്കും സങ്കടം വന്നു. എന്താ വേണ്ടേന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ സുധീഷിനെ വിളിച്ചേ. സുധീഷ് ജോലി ഒഴിവാക്കി വരുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരിയെന്ന് പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുക. സുധീഷും കോൾ വെച്ച് കരഞ്ഞോ എന്ന് ടെൻഷനോടെ ഓർത്തു നിന്നു. കാറിലേക്ക് കയറുമ്പോഴേക്കും പിറകിലിരിക്കായിരുന്ന മാഡവും സുധീഷെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കെ ചിരിയോടെ. ഏയ് ഒന്നുമില്ല, നത്തിങ് എന്ന് സുധീഷ്. കല്യാണ ജീവിതമൊക്കെ എങ്ങനെയാന്ന് മാഡം ചോദിക്കെ. വെരി സക്സസ്ഫുൾ ലൈഫ് മാഡം. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം കിട്ടൂലെന്നേ. നമ്മള് കസ്റ്റമറേയും കൊണ്ട് പോവാണെന്നൊന്നും നോക്കൂല, വെറുതെ വിളിച്ചോണ്ടിരിക്കും. അവൾക്ക് എപ്പോഴും എന്നെ മിസ് ചെയ്യുമത്രേ എന്ന് സുധീഷ് പറയേ. അപ്പോൾ ലക്കിയാണല്ലോ മാഡം ചോദിക്കുന്നുണ്ട്. അതെ മാഡം, ലക്കിയ എന്ന് ചിരിയോടെ പറഞ്ഞ് വെരി ലക്കി എന്ന് പറഞ്ഞവൻ കാർ എടുക്കുകയാ. അവിടെ ചായക്കടയിലിരുന്ന് ചായയും കുടിച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുക ഗംഗാധരൻ വല്യച്ഛൻ. അപ്പോഴാണ് ഹരീഷ് തന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തി. അവിടെ കേടായ സ്കൂട്ടിയുമായി നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്ന് എന്തായിട്ടാ പ്രശ്നമെന്ന് ചോദിക്കെ. എന്താണെന്നറിയില്ല, ഇവിടെ വന്നപ്പോ പെട്ടെന്ന് അങ്ങ് നിന്നുപോയെന്ന് അയാൾ. അപ്പോഴേക്കും ചായക്കടക്കാരനും ഗംഗാധരനോടായി ചോദിക്കുന്നുണ്ട്. കല്യാണമെല്ലാം ഗംഭീരമായി അല്ലേ ഗംഗേട്ടാ? അച്ഛനും ഹരീഷിനും നോക്കിക്കൊണ്ട് പിന്നെ നടക്കാതിരിക്കൂ രാജ, ഈ നാട്ടിൽ അടുത്തൊന്നും ഇത്രയും ഗംഭീരമായൊരു കല്യാണം നടന്നിട്ടുണ്ട്. 1500 പേരെയാ ഉദ്ദേശിച്ചിരുന്നത്. 2000-നും മേലെ ആളുകൾ. ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിലെ മെയിൻ ഊട്ടുപുരയുണ്ടല്ലോ, അവിടെ 8 പന്തി കയ്യിലിട്ടെ. ഒരു പന്തിയിലെ 300ഓളം പേർ ഉണ്ണുന്ന ഊട്ടുപുരയാണെന്ന് ഓർത്തോണം എന്ന് ഗംഗാധരൻ പറയുന്നത് കേൾക്കെ. ബന്ധുക്കൾ മുഴുവൻ വന്നല്ലേ എന്ന് രാജനും ചോദിക്കുക. ബന്ധുക്കൾ എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന മുഴുവൻ ആൾക്കാരും വന്നു എന്ന് പറഞ്ഞ് പൂച്ചത്തോടെ ഹരീഷിനെ നോക്കി ചിരിച്ചുകൊണ്ട്
അങ്ങാട്ടുകരക്കാരുടെ ബന്ധുക്കളെന്ന് മേനി നടിക്കാനായി നോക്കുന്ന ചില നാറുകളുണ്ട്. ഇടിച്ചതിനെ അകത്തു കയറ്റാൻ ഞാൻ അനുവദിക്കില്ല. ചിലർ അവരെങ്ങാനും വലിഞ്ഞു കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞിന്റെ ദേഹത്ത് അവരുടെ കരിനിഴൽ വീഴുന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എത്ര തടഞ്ഞാലും കൊടിച്ചിപ്പട്ടികൾക്ക് ഒരു നാണമുണ്ടാവും. ഹോ, പക്ഷേ തമ്പുരാൻ കാത്തു, അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് ഗംഗാധരൻ അർത്ഥം വെച്ച് പറയുമ്പോഴേക്കും ശരിയാ, നാട് മുഴുവൻ ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു എന്ന് രാജനും പറയുന്നുണ്ട്. അത് കേൾക്കെ വല്യച്ഛനും ചിരിയോടെ രാജനും കണ്ടതല്ല. കട പൂട്ടിയിട്ടല്ലേ നീയും വന്നേ, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു അത് എന്ന് ചോദിക്കേ. അത് പിന്നെ പറയാനുണ്ടോ, 23 തരം കറികൾ, 3 തരം പായസവും, ആളുകളെല്ലാവരും ഹാപ്പി ആയിട്ടാ പോയെ എന്ന് രാജൻ പറയേ. അതല്ലേ വേണ്ടേ എന്ന് ചിരിയോടെ ഗംഗാധരനും. അത് കേൾക്കെ രാജനും, എന്നാലും ഒരു കുറവുണ്ടായിരുന്നു ഗംഗേട്ടാ, അത് പറയാതിരിക്കാൻ വയ്യ. ബന്ധുക്കളെ മുഴുവൻ വിളിച്ചിട്ടും നിങ്ങളുടെ അനിയനെയും കുടുംബത്തെയും വിളിക്കാത്തത് വളരെ മോശമായി പോയി എന്നയാൾ പറയുന്നത് കേൾക്കെ. അനിയനോ? എനിക്ക് ആരാടാ അനി? ആ പേര് പറഞ്ഞ് ആരെങ്കിലും വലിഞ്ഞുകയറി വന്നെങ്കിലേ ഞാൻ ചൂലെടുത്ത് അടിച്ചേനെ പറഞ്ഞ് അവിടെ വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷിനെ കൂവി വിളിച്ച് ഇടാ മെക്കാനിക്കേ എന്ന് വിളിക്കുന്നതുകൾക്ക് വിട് ഗംഗേട്ടാ എന്ന് രാജനും പറയുന്നു. നീ വല്ലാതെ വെല്ലുവിളിച്ചിട്ടാണല്ലോ പോയെ. ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണം നടക്കും മുമ്പ് നീ നിന്റെ ചേട്ടന്റെ കല്യാണം നടത്തുമെന്ന്, എന്നിട്ടിപ്പോ എന്തു പറ്റി? ആരും പെണ്ണ് തന്നില്ലേ എന്ന് ചോദിച്ച് വല്യച്ഛൻ പൊട്ടിച്ചിരിക്കുക. ഇവൾക്ക് രാജനും വെല്ലുവിളിയൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കും. ഇവനും ഇവന്റെ ചേട്ടനും അവന്റെ ഭാര്യ പൊടി പയ്യനും കൂടി ഇവന്റെ മൂത്ത ചേട്ടന് പെണ്ണ് ചോദിക്കാൻ എന്റെ വീട്ടിൽ വന്നു എന്ന് ഗംഗാധരൻ പറയുന്നതുകൾക്ക് അതെയോ എന്ന് രാജനും അതിശയത്തോടെ ചോദിക്കുക. ഗംഗാധരനും എഴുന്നേറ്റ് ചെന്ന് അതെന്നേ, സമ്മതിയുടെ ഒരു അളവ് നോക്കണേ, ഞാനും എന്റെ അനിയത്തിയും കൂടി ആട്ടി പുറത്താക്കി. അപ്പോഴായിരുന്നു പഴയ കുഞ്ചാക്കോ സിനിമയിൽ ചേകവന്മാരെ പോലെ മുന്നിൽ വന്നൊരു വെല്ലുവിളി. എന്നിട്ട് നാട് മുഴുവൻ പെണ്ണ് തപ്പി നടന്നു, പക്ഷേ ഒന്നും നടന്നില്ല എന്നൊക്കെ വല്യച്ഛൻ പറയുന്നത് കേൾക്കുന്ന ഹരീഷിനും ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. സുഭാഷ് ഏട്ടന്റെ സങ്കടം മാറ്റാൻ സുധീഷ് ബിരിയാണിയുമായി വരുന്നതും സുഭാഷ് ഏട്ടനെയും ചേർത്ത് എല്ലാവരും പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.